പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന കേരളക്കാരായ ഹാജിമാർക്ക് 3 എയർപോർട്ടുകളാണ് അതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സജ്ജമാക്കപ്പെട്ടിട്ടുള്ളത്. ആ 3 എയർപോർട്ടുകളിൽ തമ്മിൽ 100 കിലോമീറ്ററുകളുടെയൊക്കെ അല്ലെങ്കിൽ 150 കിലോമീറ്ററുകളുടെയൊക്കെ വ്യത്യാസമാണ് സാധാരണയായി ഉള്ളത്. അവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് എവിടേക്ക് പോവുകയാണെങ്കിലും ഒരു സാധാരണ റേറ്റ്, ഒരേ തരത്തിലുള്ള റേറ്റ് ആവൽ ഒരു നീതീകരിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആയിരിക്കെ ഹജ്ജിനെയും അതുപോലെ പ്രവാസികളുടെ യാത്രയെയും ചൂഷണം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റും എയർ ഇന്ത്യയും ഈ ഹജ്ജിൻ്റെ വിഷയത്തിൽ പ്രത്യേകമായി കൊള്ള തുടങ്ങിയിട്ട് കാലം കുറേയായി. യഥാർത്ഥ കണക്കടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 4000 കിലോമീറ്ററോളം മാത്രമേ കരിപ്പൂരിൽ നിന്നൊക്കെ മക്കയിലേക്കുള്ളൂ, ജിദ്ദയിലേക്കുള്ളൂ. കിലോമീറ്റർ അടിസ്ഥാനത്തിൽ തന്നെ ഇതിൻ്റെ കാശ് പരിഗണിക്കുകയാണെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും മറ്റ് എയർ ഇന്ത്യ സർവീസ് നടത്തുന്ന സ്ഥലങ്ങളിലേക്കുമുള്ള വിമാന ചാർജ് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇത് കൊള്ളയും മഹാകൊള്ളയും അതിൻ്റെ അപ്പുറമുള്ള കൊള്ളയുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ അടുത്തായി അബുദാബിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഞാൻ വന്നത് 400 ദിർഹംസ് അഥവാ ഇന്ത്യയിലെ 9000 ഉറുപ്പിക മാത്രം ചെലവഴിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ഒരു സർവീസ് അവർ നടത്തുന്നത് നഷ്ടത്തിലാണെന്ന് ആരും പറയില്ല, ലാഭത്തിൽ തന്നെയാണ് അവർ കൊണ്ടുവരുന്നത്. ഇനി ലാഭമല്ലെങ്കിലും ശരാശരിയാണ്. അപ്പോൾ ഒരു നഷ്ടമില്ലാതെ ശരാശരിയിൽ ഒരാളെ 3000ഓളം കിലോമീറ്ററിൻ്റെ അടുത്തുള്ള UAEയിൽ നിന്നും ഇങ്ങോട്ടെത്തിക്കാൻ 9000 എങ്കിൽ 4000ഓളം കിലോമീറ്ററുള്ള ജിദ്ദയിലേക്ക് എത്തിക്കാൻ സാമാന്യമായ ഒരു 13000 അല്ലെങ്കിൽ 14000 15000 മതി. അതേസമയം അതൊരു സീസൺ സമയത്തുള്ള ഒരു വിഷയമായതുകൊണ്ടും ചില പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതുകൊണ്ടും ഒരു 5000 റുപ്യം കൂടി കൂട്ടിക്കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ വൺ വേ യാത്രയ്ക്ക് 20000 ഉറുപ്പിക മാത്രമേ ഏറ്റവും വലിയ എല്ലാ കണക്കും പരിഗണിച്ചാലും എല്ലാ ചെലവുകളും പരിഗണിച്ചാലും ഈടാക്കേണ്ടതുള്ളൂ. അതേ 20000 തന്നെ ഇങ്ങോട്ട് തിരിച്ചും ആവും. ഇങ്ങനെ 40000 ഉറുപ്പിക മാത്രമേ മറ്റ് സർവീസുകൾ നടത്തുന്നതിനനുസരിച്ച് ഇതിനുള്ള പ്രത്യേകമായ ചെലവുകളും പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ച് നൽകിയാൽ തന്നെ നൽകേണ്ടതുള്ളൂ. 40000 ഉറുപ്പിക കൊണ്ട് ഹജ്ജിൻ്റെ റിട്ടേൺ ടിക്കറ്റ് ശരിപ്പെടുത്താൻ കഴിയും, നഷ്ടമില്ലാതെ എയർ ഇന്ത്യക്ക് തരാൻ കഴിയും എന്നതാണ് വസ്തുത. അങ്ങനെയൊക്കെയാണ് എങ്കിൽ തന്നെയും ഇവിടെ കൊച്ചിയിലേക്കും അതുപോലെ കണ്ണൂരിലേക്കും അവർ ആവിഷ്കരിച്ചിട്ടുള്ള ടിക്കറ്റ് ഈ പറയപ്പെട്ടതിൻ്റെയും ഡബിളാണ്. കൊച്ചിയിലേക്ക് 86,000 ഉറുപ്പിക, കണ്ണൂരിലേക്ക് 89,000 ഉറുപ്പിക. ഇത് സാധാരണ അവർക്ക് ഉള്ള ചെലവിൻ്റെ അല്ലെങ്കിൽ ലാഭമൊക്കെ ഉണ്ടായിട്ടുള്ള അവരുടേതായ നിരക്കിൻ്റെ ഡബിളിലും അപ്പുറമാണ് ഈ 2 എയർപോർട്ടിലേക്ക് ആവിഷ്കരിച്ചിട്ടുള്ളത് തന്നെ. എന്നാൽ കരിപ്പൂർ വിമാനത്താവളവും ഈ വിമാനത്താവളവും പരിശോധിക്കുമ്പോൾ രണ്ടും ജിദ്ദയിലേക്ക് ഏകദേശം കുറഞ്ഞ കിലോമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. 100ൽ കുറഞ്ഞ കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കരിപ്പൂരിലേക്ക് ഇതെത്തുമ്പോൾ 89ഉം 86ഉം ആ 2 എയർപോർട്ടുകളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ 1,65,000 ഉറുപ്പികയാണ് കരിപ്പൂരിൽ നിന്നും അവർ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇത് ഏത് നീതിശാസ്ത്ര അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. കരിപ്പൂരിൽ നിന്ന് ഭയങ്കര മലയും ട്രക്ക് റോഡൊക്കെ ഉണ്ടായതുകൊണ്ടാണോ ഫ്ലൈറ്റിന് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ പ്രയാസമുള്ള അവസ്ഥ, ഇത്ര വലിയ കാശ് ഈടാക്കാനുള്ള മാനദണ്ഡം എന്നതൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ എത്രമാത്രം വലിയ വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. ഉള്ള ടിക്കറ്റ് നിരക്ക് ഈ മറ്റ് 2 എയർപോർട്ടുകളിലേക്ക് തന്നെ കൊള്ള ലാഭം ഉള്ളതാണ്, എന്നിട്ട് അതിൻ്റെ ഡബിൾ കൊള്ള. ഇതാണ് കരിപ്പൂരിൻ്റെ അവസ്ഥ. അപ്പോൾ ഇവിടെ ഈ കൊള്ളക്കെതിരെ ഇന്ന് മുസ്ലിം ജമാഅത്ത് അവിടെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഈ ചാർജ് കൊണ്ടും
കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും ആവിഷ്കരിച്ച 86,000 തന്നെ അധികമാണ്. അത് തന്നെ ചുരുക്കണം. ആ ചുരുക്കിയിട്ട് അതിനോട് സമാനമാക്കി കരിപ്പൂരിലെ ചാർജുമാക്കണം. ഇതാണ് നീതി. ഈ നീതി പറയാനും കേൾക്കാനും ഇവിടെ ആരുമില്ല. വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നമായി പരിഗണിക്കപ്പെടുന്നത്. അതിന് കാരണം വിമാന കമ്പനികളൊക്കെ സ്വകാര്യവൽക്കരിച്ചു, എല്ലാം അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്തു. ഇതിന് നമ്മുടെ മുമ്പുള്ള മിണ്ടാത്ത പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം വലിയ ഉത്തരവാദിയാണ്. എല്ലാം സ്വകാര്യ മേഖലക്കാണ്ട് തീരെഴുതി കൊടുത്തു എന്നതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വവും അദ്ദേഹത്തിന് നൽകാം. അതിന് ശേഷം ഇവിടെ വിമാന കമ്പനികളാണെങ്കിലും അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് പരിമിതികളുണ്ട്. ഗവൺമെൻറ് ഒറ്റയടിക്ക് പ്രസ്താവന നടത്തിയാലൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇവർക്ക് വിട്ടുകൊടുത്തതിലൊരു മാനദണ്ഡവുമില്ല. എങ്ങനെ ചാർജ് ഈടാക്കണം, എങ്ങനെ വ്യവസ്ഥ ക്രമീകരിക്കണം എന്നതിനെക്കുറിച്ച് യാതൊരു തത്വദീക്ഷയുമില്ലാതെ അല്ലെങ്കിൽ ഒരു മാനദണ്ഡവും പരിഗണിക്കാതെ അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടുകൊടുത്തു. അപ്പോൾ എയർ ഇന്ത്യ 100 രൂപയ്ക്ക് പോകേണ്ട സ്ഥാനത്തേക്ക് 2000 രൂപ ആവിഷ്കരിക്കുന്നു. എതിർക്കാൻ പറ്റുന്നില്ല. ഒന്ന് കണ്ണു ചുരുട്ടിയാലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറക്കും എന്ന രീതിയിലല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ വ്യക്തമായും ഇതിൻ്റെ പ്രതിക്കൂട്ടി നിൽക്കുന്നത് ഒന്നാമത് സർക്കാർ, രണ്ടാമത് കൊള്ള എവിടെയൊക്കെ നടത്താൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എയർ ഇന്ത്യയും. ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സംവിധാനങ്ങൾക്കെതിരെ ശക്തമായ സമരമുറ വേണം. ഇവിടെ ഇപ്പോൾ മാത്രമല്ല, സീസൺ ആകുന്ന സമയത്ത് 10,000-ന് ടിക്കറ്റ് കിട്ടുന്നത് 1,00,000-നൊക്കെ ടിക്കറ്റാകുന്ന യാതൊരു മാനദണ്ഡവുമില്ലാതെ പണം വർദ്ധിപ്പിക്കുന്ന, ടിക്കറ്റിൻ്റെ ചാർജ് വർദ്ധിപ്പിക്കുന്ന ഈ സമീപനം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് അവരെ കഴുത്തിന് പിടിക്കുക. എന്നിട്ട് അവർ ന്യായം പറയുന്നത് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള നഷ്ടം നികത്താനാണ് ഗൾഫ് മേഖലയിലേക്ക് പൈസ കൂട്ടുന്നത് എന്ന്. അതെന്ത് ന്യായീകരണമാണ്? മറ്റു രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്നും ഫ്ലൈറ്റ് പറത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ നഷ്ടമുള്ള ഭാഗത്തേക്ക് ആഴ്ചയിൽ ഒരു ഫ്ലൈറ്റ് വിടണം. അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരൊന്ന് ഈടാക്കണം. അതേസമയം അതൊക്കെ കൂടി ഈ പ്രവാസികളായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന അവരുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ഈടാക്കണമെന്ന് പറയുന്ന ഈ ഒരു തോന്നിവാസം, അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം തന്നെ ആവശ്യമാണ്. ഇതിനൊക്കെ പുറമെ നമ്മുടെ സർക്കാർ എവിടെയും വലിയ കൊള്ളയാണ് യാത്രക്കാരുടെ യൂസേജ് ഫീസിൽ നിന്ന്, ടാക്സിൽ നിന്ന് ഈടാക്കുന്നത്. ഉദാഹരണമായി UAE-യിൽ നിന്നും ഒരു വിമാനത്തിന് 400 ദിർഹംസാണ് ടിക്കറ്റെങ്കിലും അതിൽ 250-ലേറെ ദിർഹംസും പകുതിയിലേറെ പൈസയും ഇവർ ടാക്സായിട്ട് ഈടാക്കുന്നു നമ്മുടെ ഈ ഗവൺമെൻറ്. അത് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് പോലും അതിൽ യാതൊരു ഇളവുമില്ല. ഈ രീതിയിലാണ് നമ്മുടെ ഗവൺമെൻറ് നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാരും കാണുന്നില്ല. ടിക്കറ്റിൻ്റെ ആൾക്കാരും അതുപോലെ എയർ ഇന്ത്യക്കാരും മാത്രമേ നമ്മൾ ആ വിഷയത്തിലൊക്കെ പിടികൂടാറുള്ളൂ എങ്കിലും അവർ സീസൺ സമയത്ത് 1000-ന് പോകുന്നത് 10,000-ഉം 10,000-ന് പോകുന്നത് 1,00,000-ഉമാക്കുന്നത് അനീതിയാണ് എന്നതിനോടുകൂടെ ഒരു മാറ്റവുമില്ലാതെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് അത് ടിക്കറ്റ് നിരക്കിൻ്റെ സാധാരണയുള്ള ടിക്കറ്റ് നിരക്കിൻ്റെ പകുതിയിലേറെ വരുന്നുണ്ട്. അത് കുറക്കാനും അതില്ലാതെയാക്കാനോ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് അടിസ്ഥാനത്തിലെങ്കിലും അത് നിയന്ത്രിക്കാനോ ഉള്ള സംവിധാനവും അതിനു വേണ്ടിയുള്ള ഒരു മുറവിളിയും എവിടെ നിന്നും കേൾക്കുന്നില്ല. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റിൽ തന്നെ ടാക്സ് എത്രയാണെന്ന് കാണിക്കും. ടിക്കറ്റിന് 125. പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്ന കേരളക്കാരായ ഹാജിമാർക്ക് 3 എയർപോർട്ടുകളാണ് അതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി സജ്ജമാക്കപ്പെട്ടിട്ടുള്ളത്. ആ 3 എയർപോർട്ടുകളിൽ തമ്മിൽ 100 കിലോമീറ്ററുകളുടെയൊക്കെ അല്ലെങ്കിൽ 150 കിലോമീറ്ററുകളുടെയൊക്കെ വ്യത്യാസമാണ് സാധാരണയായി ഉള്ളത്. അവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് എവിടേക്ക് പോവുകയാണെങ്കിലും ഒരു സാധാരണ റേറ്റ്, ഒരേ തരത്തിലുള്ള റേറ്റ് ആവൽ ഒരു നീതീകരിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആയിരിക്കെ ഹജ്ജിനെയും അതുപോലെ പ്രവാസികളുടെ യാത്രയെയും ചൂഷണം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റും എയർ ഇന്ത്യയും ഈ ഹജ്ജിൻ്റെ വിഷയത്തിൽ പ്രത്യേകമായി കൊള്ള തുടങ്ങിയിട്ട് കാലം കുറേയായി. യഥാർത്ഥ കണക്കടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 4000 കിലോമീറ്ററോളം മാത്രമേ കരിപ്പൂരിൽ നിന്നൊക്കെ മക്കയിലേക്കുള്ളൂ.
ജിദ്ദയിലേക്കുള്ളൂ. കിലോമീറ്റർ അടിസ്ഥാനത്തിൽ തന്നെ ഇതിൻ്റെ കാശ് പരിഗണിക്കുകയാണെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളിലേക്കും മറ്റ് എയർ ഇന്ത്യ സർവീസ് നടത്തുന്ന സ്ഥലങ്ങളിലേക്കുമുള്ള വിമാന ചാർജ് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇത് കൊള്ളയും മഹാകൊള്ളയും അതിൻ്റെ അപ്പുറമുള്ള കൊള്ളയുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ അടുത്തായി അബുദാബിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഞാൻ വന്നത് 400 ദിർഹംസ് അഥവാ ഇന്ത്യയിലെ 9,000 ഉറുപ്പിക മാത്രം ചെലവഴിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ഒരു സർവീസ് അവർ നടത്തുന്നത് നഷ്ടത്തിലാണെന്ന് ആരും പറയില്ല, ലാഭത്തിൽ തന്നെയാണ് അവർ കൊണ്ടുവരുന്നത്. ഇനി ലാഭമല്ലെങ്കിലും ശരാശരിയാണ്. അപ്പോൾ ഒരു നഷ്ടമില്ലാതെ ശരാശരിയിൽ ഒരാളെ 3000-ഓളം കിലോമീറ്ററിൻ്റെ അടുത്തുള്ള UAE-യിൽ നിന്നും ഇങ്ങോട്ടെത്തിക്കാൻ 9,000 എങ്കിൽ 4,000-ഓളം കിലോമീറ്ററുള്ള ജിദ്ദയിലേക്ക് എത്തിക്കാൻ സാമാന്യമായ ഒരു 13,000 അല്ലെങ്കിൽ 14,000 15,000 മതി. അതേസമയം അതൊരു സീസൺ സമയത്തുള്ള ഒരു വിഷയമായതുകൊണ്ടും ചില പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതുകൊണ്ടും ഒരു 5,000 റുപ്യം കൂടി കൂട്ടിക്കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ വൺ വേ യാത്രയ്ക്ക് 20,000 ഉറുപ്പിക മാത്രമേ ഏറ്റവും വലിയ എല്ലാ കണക്കും പരിഗണിച്ചാലും എല്ലാ ചെലവുകളും പരിഗണിച്ചാലും ഈടാക്കേണ്ടതുള്ളൂ. അതേ 20,000 തന്നെ ഇങ്ങോട്ട് തിരിച്ചും ആവും. ഇങ്ങനെ 40,000 ഉറുപ്പിക മാത്രമേ മറ്റ് സർവീസുകൾ നടത്തുന്നതിനനുസരിച്ച് ഇതിനുള്ള പ്രത്യേകമായ ചെലവുകളും പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ച് നൽകിയാൽ തന്നെ നൽകേണ്ടതുള്ളൂ. 40,000 ഉറുപ്പിക കൊണ്ട് ഹജ്ജിൻ്റെ റിട്ടേൺ ടിക്കറ്റ് ശരിപ്പെടുത്താൻ കഴിയും, നഷ്ടമില്ലാതെ എയർ ഇന്ത്യക്ക് തരാൻ കഴിയും എന്നതാണ് വസ്തുത. അങ്ങനെയൊക്കെയാണ് എങ്കിൽ തന്നെയും ഇവിടെ കൊച്ചിയിലേക്കും അതുപോലെ കണ്ണൂരിലേക്കും അവർ ആവിഷ്കരിച്ചിട്ടുള്ള ടിക്കറ്റ് ഈ പറയപ്പെട്ടതിൻ്റെയും ഡബിളാണ്. കൊച്ചിയിലേക്ക് 86,000 ഉറുപ്പിക, കണ്ണൂരിലേക്ക് 89,000 ഉറുപ്പിക. ഇത് സാധാരണ അവർക്ക് ഉള്ള ചെലവിൻ്റെ അല്ലെങ്കിൽ ലാഭമൊക്കെ ഉണ്ടായിട്ടുള്ള അവരുടേതായ നിരക്കിൻ്റെ ഡബിളിലും അപ്പുറമാണ് ഈ 2 എയർപോർട്ടിലേക്ക് ആവിഷ്കരിച്ചിട്ടുള്ളത് തന്നെ. എന്നാൽ കരിപ്പൂർ വിമാനത്താവളവും ഈ വിമാനത്താവളവും പരിശോധിക്കുമ്പോൾ രണ്ടും ജിദ്ദയിലേക്ക് ഏകദേശം കുറഞ്ഞ കിലോമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. 100-ൽ കുറഞ്ഞ കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കരിപ്പൂരിലേക്ക് ഇതെത്തുമ്പോൾ 89-ഉം 86-ഉം ആ 2 എയർപോർട്ടുകളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ 1,65,000 ഉറുപ്പികയാണ് കരിപ്പൂരിൽ നിന്നും അവർ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇത് ഏത് നീതിശാസ്ത്രാടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. കരിപ്പൂരിൽ നിന്നും ഭയങ്കര മലയും ട്രക്ക് റോഡൊക്കെ ഉണ്ടായതുകൊണ്ടാണോ ഫ്ലൈറ്റിന് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ പ്രയാസമുള്ള അവസ്ഥ, ഇത്ര വലിയ കാശ് ഈടാക്കാനുള്ള മാനദണ്ഡം എന്നതൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ എത്രമാത്രം വലിയ വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. ഉള്ള ടിക്കറ്റ് നിരക്ക് ഈ മറ്റ് 2 എയർപോർട്ടുകളിലേക്ക് തന്നെ കൊള്ള ലാഭം ഉള്ളതാണ്. എന്നിട്ട് അതിൻ്റെ ഡബിൾ കൊള്ള. ഇതാണ് കരിപ്പൂരിൻ്റെ അവസ്ഥ. അപ്പോൾ ഇവിടെ